ഇതിപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോടൊപ്പം ടി വി പ്രസാദ് ചേരുന്നുണ്ട്. എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിനുള്ള മറുപടി എന്ന് നമുക്കൊന്ന് കേൾക്കാം. ടി വി പ്രസാദ്, ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ പറയാൻ ശ്രമിച്ചത്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലേക്ക് ബോൾ ഇട്ടിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് പറയാനുള്ളത്? ടി വി പ്രസാദ്. അരുൺ, പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ കേന്ദ്രം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ കൊടുത്ത അഫിഡവിറ്റിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് അതിലൊന്നും തങ്ങൾക്ക് പങ്കില്ല എന്ന രീതിയിലാണ് ഇന്നലെ കേന്ദ്രം പറഞ്ഞത്. അതിൻ്റെ കോപ്പി ആയിരുന്നു ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതും. അതിൻ്റെ രേഖകളും ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ അരുൺ, ഏതെങ്കിലും രീതിയിൽ ലോൺ എടുത്ത് തിരിച്ചടക്കാൻ പറ്റാത്ത കേസല്ല ഇത് എന്നുള്ളതാണ്. ഒരു ദുരന്തം വന്നതാണ്, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത മഹാദുരന്തം വന്നു ചേർന്നതാണ്. അതിന് ചില ചട്ടങ്ങളുണ്ട്, കേന്ദ്രത്തിന് അതിൻ്റെ ബാധ്യതകളുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗം പറയാൻ റവന്യൂ മന്ത്രി കെ രാജൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തെറ്റാണ് എന്ന് താങ്കൾ വിശദീകരിക്കുന്നു? അല്ല അരുൺ, ഈ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞ വാദം തന്നെയാണ് ഇന്നലെ കോടതി മുമ്പാകെ കോടതിയിൽ ഹാജരായിട്ടുള്ള കേന്ദ്ര ഭാഗത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. ചന്ദ്രശേഖരനുള്ള മറുപടി അല്ലെങ്കിൽ ചന്ദ്രശേഖർ പറഞ്ഞതുപോലെയുള്ള ന്യായവാദങ്ങൾക്കുള്ള മറുപടി ഇന്നലെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വാദമുന്നയിച്ച വായ്പ എഴുതി തള്ളാൻ കേന്ദ്രത്തിന് അധികാരമില്ല എന്ന വാദമുന്നയിച്ച അഭിഭാഷകനോട് കോടതി പറഞ്ഞത്, അറിയില്ലെങ്കിൽ ഭരണഘടന വായിച്ചിട്ട് വരൂ, ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. കേരളം ആ ചോദ്യം ഇവരോട് ചോദിക്കുകയാണ്. അറിയില്ലെങ്കിൽ ഭരണഘടന വായിക്കണം, ആരെയാണ് ഇവർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ആഗസ്റ്റ് 17 കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ തന്നെ കേരളം കോട്ട് ചെയ്തൊരു ഭാഗമുണ്ട്. അതായത് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെന്റിന് മുമ്പാകെ കൊടുത്തിട്ടുള്ള മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ബാങ്കുകളല്ല, കേന്ദ്ര ഗവൺമെന്റ് ശതകോടീശ്വരന്മാരുടെ വായ്പ എഴുതി തള്ളിയതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. അത് റെക്കമെൻഡ് ചെയ്തതിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനമാണ്. ശതകോടീശ്വരന്മാരുടെ വായ്പ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു എന്നാണ് നിർമ്മല സീതാരാമന്റെ പക്ഷമെങ്കിൽ 2005 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിന്റെ സെക്ഷൻ ഉപയോഗിക്കാൻ എന്താ തർക്കം? റിപ്പോർട്ടറിലൂടെ ഞാൻ നാട്ടിലെ ജനങ്ങളോട് പറയട്ടെ, സെക്ഷൻ 13 നമുക്ക് വായിക്കാവുന്നതല്ലേ ഉള്ളൂ. റിലീഫ് ഇൻ ലോൺ റീപേയ്മെന്റ് എക്സെട്ര. ദ നാഷണൽ അതോറിറ്റി മേ ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ മാഗ്നിറ്റ്യൂഡ് recommended relief in payment of loans or for grant of fresh loans to the person affected by the disaster on such concessional terms as may be appropriate. ഇത് 2005 പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമത്തിലുള്ളതാ. കേരളത്തിന് പണം തരില്ല, രാഷ്ട്രീയമായ പ്രശ്നമാണ്. എന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കടമെഴുതി തള്ളാനുള്ള റെക്കമെൻഡേഷൻ നടത്താൻ അമിത്ഷാ ചെയർമാനായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്ന് 2005 പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമം പറയാണ്. ആ നിയമത്തെ കോട്ട് ചെയ്ത് കേരളം ആവശ്യപ്പെട്ടപ്പോൾ 1 വർഷക്കാലം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഞങ്ങൾ പരിഗണിക്കും എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ഈ ജൂൺ മാസത്തിൽ പറഞ്ഞത് ഞങ്ങൾ ആ സെക്ഷനെ എടുത്തു കളഞ്ഞു എന്നാണ് ആക്ടിൽ നിന്ന്. ദേവസ്വം ബോർഡിന്റെ മുന്നിൽ മാർച്ച് നടത്തിയ സമയത്ത് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു പഠിച്ചിട്ട് പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം എടുക്കുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖരന് അറിയാത്തതാണോ, അതല്ല ബോധപൂർവം ഇത് പ്രചരിപ്പിക്കുന്നതാണോ? അല്ല, ദുരന്തമുണ്ടായത് മുതൽ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ വിവരങ്ങൾ നടത്തുകയും കേരളത്തെ ബോധപൂർവം ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ കേരളത്തിന് കിട്ടേണ്ട സഹായത്തിന് വേണ്ടി 3.5 കോടിയുടെ മലയാളിയുടെ വികാരം പ്രതിഫലിപ്പിക്കേണ്ടതാണ് ഏതു പാർട്ടിയാണെങ്കിലും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തെ ആക്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. നിയമം ഉദ്ധരിച്ചുകൊണ്ടാണ്, ദേശീയ ഡിസാസ്റ്റർ നിയമം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്.